ആക്റ്റീവിന്റെ EMI വരുള്ളൂ അല്ലേ? 48 രൂപ കൊടുക്കാം. ഫുൾ ഓൺ തന്നെ പറയാൻ പറ്റും. 395 കൊടുക്കാം. 395 നമുക്ക് സിറ്റി കൊടുക്കാം. ഡീസലും ആണ്, നല്ല പെർഫോമൻസ് ഉണ്ട്, ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ? പവർ സ്റ്റിയറിംഗ് നമ്മളെ ബെൻസിൽ തന്നെ പവർ സ്റ്റിയറിംഗ് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ പവർ ബ്രേക്ക്, പവർ ക്ലച്ച്, എല്ലാ ഫീച്ചറും ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ DI ടർബോ എഞ്ചിനാണ്, നമ്മളെ ബൊലേറോയിൽ വരുന്ന DI ടർബോ എഞ്ചിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിന്റെ പമ്പ് വരുന്ന നിസാന്റെ പമ്പാണ്. ഓക്കെ, അണഞ്ഞ വണ്ടിക്ക് നല്ല പവർ ഓഫ് റോഡ് ഓടാൻ പറ്റിയ ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ഡിയർ ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് വീണ്ടും നമ്മൾ അത്യാവശ്യം നല്ല ചെറിയ കളക്ഷൻസ് കാര്യങ്ങൾ, അതേപോലെ തന്നെ നമുക്ക് വലിയ വാഹനങ്ങളെല്ലാം നമുക്ക് അത്യാവശ്യം നല്ല വാഹനങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള നല്ലൊരു യാർഡാണ്. ഇതിൽ നമുക്ക് സാധാരണക്കാരൻ ഈ മഴക്കാലത്തൊക്കെ ചെറിയ ബൈക്കിന്റെ ബഡ്ജറ്റിൽ ഉണ്ടാകുന്ന ഒത്തിരി നല്ല വാഹനങ്ങളുണ്ട്. ഇനി അത് വലിയ വാഹനങ്ങൾ നോക്കുന്നവരാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വലിയ വാഹനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ബ്ലൂബെറിയിലാണ്. കൂടെ ഡീറ്റെയിൽസുകളായിട്ടുള്ള സോലിക്കാണ്. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മള് മഞ്ചേരിന്ന് കോഴിക്കോട് റോഡിൽ പുല്ലാനൂർ എന്ന് പറയും. ഈ കാണുന്നത് മഞ്ചേരി കോഴിക്കോട് റോഡാണ്. നമുക്ക് ജസ്റ്റ് നമ്മൾ ഹൈവേ ജസ്റ്റ് ചെറിയ കിലോമീറ്റർ ഉള്ളൂ അല്ലെ? വെള്ളമ്പുറത്തുനിന്ന് ജസ്റ്റ് 1 കിലോമീറ്റർ നമുക്ക് ഷോറൂമിൽ വരുന്നുള്ളൂ. സാലിക്ക് അത്യാവശ്യം നമുക്ക് ബൈക്കിന്റെ ബഡ്ജറ്റിലൊക്കെ ഉണ്ടാവുന്ന ഒത്തിരി നല്ല വാഹനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. ചെറിയ ബഡ്ജറ്റ് മുതൽ വാഹനങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 48,000 രൂപ മുതൽ വണ്ടികൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഫസ്റ്റ് നമുക്കൊരു വലിയ വണ്ടിയിൽ നിന്നാണ് തുടങ്ങാം. ഇത് നമുക്കൊരു ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ പേൾ വൈറ്റ് ആണ്. സെക്കൻഡ് ജനറേഷൻ ആണ്. നിലവിൽ നമ്മൾ KL84 നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 മോഡലാണ്. നിലവിൽ പിന്നെ കേരള രജിസ്ട്രേഷനിൽ ചേഞ്ച് ആയ വണ്ടിയാണ്. ഓക്കെ, ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു ഇത്? G4 മാനുവൽ ആണ്. പിന്നെ അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും നമുക്ക് അഡീഷണൽ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടി അല്ലേ? എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഈ വാഹനത്തിന് നമ്മൾ 13.5 ആസ്ക് ചെയ്യുന്നത്. മാക്സിമം അമൗണ്ട് 13 വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ലോൺ ചെയ്യാം. ഒരു 50 രൂപ നമുക്ക് വണ്ടി ഉണ്ടാക്കാം. അത് നമുക്ക് ചെറിയ മാറ്റം വരുത്തി കൊടുക്കുകയും ചെയ്യാം. അപ്പൊ ഒന്നുകൂടി ട്രാക്കിന് ഒന്നുകൂടെ നമുക്ക് ചെറിയ എമൗണ്ടിൽ നമുക്ക് വണ്ടി നമുക്ക് ഇറക്കുകയും ചെയ്യാം കേട്ടോ. അടുത്ത അത്യാവശ്യം മൈലേജ് കിട്ടുന്ന 2 7 സീറ്റുകളാണ്. ടവേര 2 ഉണ്ട്. ഒന്ന് ബ്ലാക്ക് ആണ്, ഒന്ന് ഗ്രീൻ ഫിനിഷിംഗ് ആണ്. എങ്ങനെയാണോ നമുക്ക് ബ്ലാക്കിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ബ്ലാക്ക് വരുന്നത് നമുക്ക് 2008 മോഡൽ 2029 വരെ പേപ്പർ ഉണ്ട്. പേപ്പർ കാര്യങ്ങളൊക്കെ സെറ്റ് ആണ്. അഡീഷണൽ ആയിട്ട് കാരിയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 8 സീറ്റർ ആണ്, അല്ല 7 സീറ്റർ ആണ് വണ്ടി വരുന്നത് അല്ലേ? അത്യാവശ്യം നമുക്ക് ഒരു 18 തന്നെ മൈലേജ് കിട്ടുന്ന ഒരു 7 സീറ്റർ. മൈലേജ് പൊതുവെ ഒരു 15 ആണ് പറയാ, 15+ ഒക്കെയാണ് പറയാ. ഡ്രൈവിംഗിനനുസരിച്ചാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് നമുക്ക് നിലവിൽ പേപ്പറൊക്കെ 29 വരെ പേപ്പർ കാര്യങ്ങളൊക്കെ സെറ്റ് ആണ്. അത്യാവശ്യം ടയർ വാങ്ങൽ, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവറിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കംപ്ലൈന്റുകളൊന്നും വണ്ടിയിലില്ല. എത്ര നമ്മൾ ഈ വണ്ടിന് ചോദിക്കും? വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 1.88 ആണ്. 1.88. ചെറിയൊരു ബൈക്കിന്റെ പ്രൈസിന് ഒരു കൊണ്ട് നമ്മൾ മാറ്റം വരുത്തിയിട്ട് കൊടുക്കും. വന്ന് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഇത് കുറച്ച് കൊടുക്കും. ഞാൻ ഒരു കളർ ചേഞ്ച് ആണ്, ഗ്രീൻ ഫിനിഷിംഗ്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2007 ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. LT എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും ടോപ്പ്. ഇതില് അലോയ് വീൽസ്, സെൻട്രലൈസ്ഡ് AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ബാക്ക് വൈപ്പർ, എല്ലാ ഫീച്ചറും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അത്യാവശ്യം ടയേഴ്സും കാര്യങ്ങളൊക്കെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഏറ്റവും ലാസ്റ്റ് ജെനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇൻഷുറൻസ് ഒക്കെ പുതിയതാണ്. നെക്സ്റ്റ് ഇയറിൽ റിന്യൂവൽ മാത്രമുണ്ട്. റിന്യൂവൽ ഉണ്ട്. നല്ല ഫാൻസി നമ്പർ ഒക്കെ വരുന്ന വണ്ടിയാണ്. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കും? ഈ വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 1.95 ആണ്. വിലയിൽ മാറ്റം വരുത്തിയിട്ട് നമുക്ക് കൊടുക്കാം. അത് ഫുൾ ലോഡാണ് കേട്ടോ. ഫുൾ ലോഡ് ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ് അല്ലേ? ഇങ്ങനെ നമുക്കൊരു ഫസ്റ്റ് ജനറേഷൻ താർ ഉണ്ട് അല്ലേ? ഇത് താറല്ല, ഇത് 540. താറിന്റെ ഫസ്റ്റ് ഇറങ്ങിയ ഒരു രൂപം എന്ന് പറയാനേ പറ്റുള്ളൂ. 540 താറ് പിന്നീട് ഈ രൂപത്തിൽ ഇറങ്ങി എന്നുള്ളതാണ് സത്യം. ഇതാണ് 540 എന്ന് പറഞ്ഞ സാധനം. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 1990 മോഡൽ വണ്ടിയാണ്. ഓക്കെ, ഇതില് 4 വീൽ ഡ്രൈവ് ആണ് ഇത് വരുന്നത്. 4 വീലാണ് വണ്ടിയിലായിരുന്നു. ഇത് കസ്റ്റമർ അത്യാവശ്യം നല്ല ഫീച്ചർ ഇതിൽ ആഡ് ഓൺ ചെയ്ത വണ്ടിയാണ്. ഓക്കെ, അതായത് ഇതിലിപ്പോ നിലവിൽ 4 പുത്തൻ ടയർ ഉണ്ട്. പിന്നെ പേപ്പറൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം ടൈം ബാക്കിയുണ്ട്. ഇൻഷുറൻസ് പുതിയതാണ് വരുന്നത്. ഓക്കെ, ഇതിൽ പറയേണ്ട എന്താ വെച്ചാൽ ഇതില് പവർ സ്റ്റിയറിംഗ് നമ്മളെ ബെൻസിൽ വരുന്ന പവർ സ്റ്റിയറിംഗ് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ പവർ ബ്രേക്ക്, പവർ ക്ലച്ച്, എല്ലാ ഫീച്ചറും ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ DI ടർബോ എഞ്ചിനാണ്, നമ്മളെ ബൊലേറോയിൽ വരുന്ന DI ടർബോ എഞ്ചിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിന്റെ പമ്പ് വരുന്ന നിസാന്റെ പമ്പാണ്. ഓക്കെ, അണഞ്ഞ വണ്ടിക്ക് നല്ല പവർ ഓഫ് റോഡ് ഓടാൻ പറ്റിയ ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ ഒരു 4 വീൽ വണ്ടിയാണ്. അത്യാവശ്യം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. വില നോക്കി എടുക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റിയൊരു വണ്ടി. 4 വീൽ ഓടാനും ഓഫ് റോഡ് ഓടാനൊക്കെ പറ്റുന്ന ക്വാളിറ്റി വണ്ടി. അതിന് വേണ്ടിയിട്ട് വർക്ക് എടുത്ത വണ്ടിയാണ്. പോയതുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത്. എത്ര രൂപ ചെയ്യാൻ? മാസ്ക് 390 ആണ്. 390 അല്ലേ? അപ്പൊ അതിന് അത്ര ആഡ് ഓൺ ചെയ്തോണ്ടാണ് എല്ലാ ഫീച്ചറും ചെയ്തിട്ടുണ്ട്. അതായത് ഹൗസിംഗ് വരെ ഫ്രണ്ടും ബാക്കൊക്കെ മാറ്റിയതാണ്. ക്ലച്ചും ബ്രേക്കും ഒക്കെ മാറിയതാണ്. എല്ലാം പുതിയ മോഡലിൽ ചെയ്ത
ന്യൂ അപ്ഡേഷൻ ചെയ്ത വണ്ടിയാണ് അല്ലേ? അപ്പൊ അതാണ് നമുക്ക് ആ ഒരു പ്രൈസ്, അതുകൊണ്ടാണ് ആ പ്രൈസ് വരുന്നത്. പിന്നെ 4 വീൽ ഡ്രൈവും കൂടിയാണ്. 4 വീൽ ഡ്രൈവും കൂടിയാണ് അല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പർപ്പസിൽ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു നമുക്ക് വിലയിൽ മാറ്റം വരുത്തിയിട്ട് കൊടുക്കാം. ആസ്കീണ നോക്കണ്ട, അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അത് നമുക്ക് അത്യാവശ്യം നമുക്ക് അമേസ് പല ജനറേഷൻ ഉണ്ട് നമുക്ക് ഇവിടെ അല്ലെ. അമേസ് പൊതുവെ നമുക്ക് മെയിൻ്റെനൻസ് കുറവ്, അത്യാവശ്യം മൈലേജ് കിട്ടുന്ന നല്ലൊരു ഫാമിലി കാറാണ്. നമുക്ക് മൈലേജ് കൂടുതൽ പ്രതീക്ഷിക്കേണ്ട, അത് പെട്രോൾ ആണ്. പെട്രോൾ കിട്ടൂല, എന്തായാലും 10-12 ഒക്കെ കിട്ടുള്ളൂ. 15 പറഞ്ഞിട്ട് വെറുതെ ആൾക്കാരോട് പോലെ മോഹിപ്പിക്കണ്ട. 12 വരെ മാക്സിമം കിട്ടും. പെട്രോൾ എഞ്ചിനാണ് ഈ വണ്ടി. ഓട്ടോമാറ്റിക് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. VX ആണ് വരുന്നത്. VX ആണ്. അതെ. ഇത് പിന്നെ 2022 വണ്ടി. 22 മോഡൽ വണ്ടി. CVT ഓട്ടോമാറ്റിക് ആണ്. ലേഡീസിനൊക്കെ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ന്യൂ ഫേസ്, ഒരു ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നിട്ടുള്ള മോഡലാണ്. ന്യൂ മോഡലാണ്. 22 മോഡൽ, 22 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. എത്ര നിലവിൽ 92,000 കിലോമീറ്ററാണ് വണ്ടി റൺ ചെയ്തിട്ടുള്ളത്. നമ്മൾ ആസ്ക് ചെയ്യുന്നത് 7,30,000 ആണ്. നമുക്ക് 7 ലക്ഷം ലോൺ ചെയ്യാൻ പറ്റും. ഒരു 30 രൂപ വണ്ടി ഇറക്കാം. നമുക്ക് വിലയിൽ വീണ്ടും മാറ്റം വരുത്താൻ പറ്റും. അതുകൊണ്ട് ട്രാക്കിനെ ഫുൾ ഓൺ തന്നെ പറയാൻ പറ്റും, ചെയ്യാൻ പറ്റും. അത് നമുക്ക് CVT ഓട്ടോമാറ്റിക്കലി ഒരു റീപ്ലേസ്മെന്റും കാര്യം ഒന്നും വരാത്ത വണ്ടിയാണ്. അത് ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി, ക്വാളിറ്റി ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. അടുത്ത നമുക്ക് ഒന്നുകൂടെ ഒരു പ്രീമിയം ലെവൽ അത്യാവശ്യം ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന വാഹനമാണ്. ഫ്ലൂയിഡിക് വരുന്ന അല്ല 778 നല്ല ഫാൻസി നമ്പറൊക്കെ വരുന്ന ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2015 മോഡൽ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഇത് കിലോമീറ്റർ വന്നിട്ട് 1 ലക്ഷം കിലോമീറ്ററാണ് വണ്ടി റൺ ചെയ്തിട്ടുള്ളത്. 4ാമത്തെ ഓണർഷിപ്പിൽ SXO എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇതിനപ്പുറം വേറൊരു ഡീസലാണ്. കീലെസ് എൻട്രി, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അത്യാവശ്യം എയർ ബാഗുകൾ, പ്രൊജക്ട് ഹെഡ്ലാമ്പ് കാര്യങ്ങളൊക്കെ ഉള്ള ഈ പീരിയഡിക്കൽ ഇറങ്ങിയ ഏറ്റവും ഫുള്ളോട് വണ്ടി. എത്ര ഡീസൽ ഇത് നമ്മള് നമുക്ക് വന്ന് ക്രെറ്റയിലൊക്കെ വന്നിരുന്ന ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന എഞ്ചിനാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും? നമ്മൾ 395 കൊടുക്കാം. 395 ചെറിയ പ്രൈസ്. നല്ലൊരു ഇറങ്ങിയ ലക്ഷം രൂപ വിലയുള്ള വണ്ടിയാണ്. അതാണ് ഇപ്പൊ നമുക്ക് അതിന്റെ 1/3 പ്രൈസ്. നമുക്ക് ചെറിയൊരു പൈസക്ക് നമുക്ക് ഫുൾ എമൗണ്ട് ലോൺ ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഡീസൽ ഏറ്റവും ടോപ്പിന്റെ ഓപ്ഷൻ അല്ലേ? ഇനി അടുത്ത് നമുക്ക് ഇതാണ് ചെറിയ ബഡ്ജറ്റിൽ നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനം, ബീറ്റ് അല്ലെ? ഷെവർലയുടെ ബീറ്റ് ആണ്. ഡീസലാണത്. ഡീസൽ എഞ്ചിനാണ്. ഡീസലാണ് അല്ലെ? കമ്പനി തന്നെ 25 മുകളിൽ മൈലേജ് മുകൾക്കാണ് മൈലേജ് കിട്ടുക. ഓരോരുത്തർ ഡ്രൈവിംഗിനനുസരിച്ച് മൈലേജിൽ വേരിയേഷൻ വരും. കമ്പനി 25 പോയിന്റ് സംതിങ് ഒക്കെയാണ് അവകാശപ്പെട്ടിരുന്നത്. എങ്ങനെയായിരുന്നു പേപ്പർ കാര്യങ്ങളൊക്കെ? 2013 വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവറിന്റെ ഉള്ള വണ്ടിയാണ്. നിലവിൽ AC-ക്ക് ചെറിയ എന്തൊരു കംപ്ലൈന്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഓഫർ പ്രൈസിൽ 75 രൂപയ്ക്ക് നെറ്റ് പ്രൈസിൽ കൊടുക്കാൻ പറ്റും. ഡീസലാണ്. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടി. മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. നമുക്കൊരു ഓഫർ പ്രൈസ് ആയിട്ട് 75 രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. 13 മോഡൽ കിട്ടും. അടുത്തൊരു ഓൾട്ടോ കേട്ടന്റെ ഫസ്റ്റ് ജനറേഷൻ ആണ്. KL14 കാസർഗോഡ് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു? 12 മോഡൽ ഓൾട്ടോ കേട്ടന് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. വണ്ടിക്ക് പറയത്തക്ക കംപ്ലൈന്റുകളൊന്നും എഞ്ചിൻപരമായിട്ടൊരു കംപ്ലൈന്റും ഇല്ല. നമ്മൾ വണ്ടിക്ക് 1,25,000 രൂപക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും. നെറ്റ് പ്രൈസ് ആട്ടോ. നെറ്റ് പ്രൈസ് ആണ്. നമുക്ക് പിന്നെ ഇതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അടുത്ത വർഷമാണ് പേപ്പർ ഒക്കെ വരുന്നത്. അപ്പൊ നിലവിൽ നമുക്ക് 1 ഇയർ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. 1,25,000 നെറ്റ് പ്രൈസ്. ലോണ് നമുക്ക് പ്രൈവറ്റ് ഒക്കെ ചെയ്യാം. ശ്രീറാം ഫിനാൻസ് പോലത്തെ ഫിനാൻസുകളൊക്കെ കിട്ടും. നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്തൊരു ഫോർഡ് ഫിഗോ ആണ്. ഡീസൽ ആണോ അതോ പെട്രോൾ ആണോ? ഡീസലാണ്. മൈലേജ് നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? 20 വരെ കിട്ടും. 20 വരെ കിട്ടും. ചെറിയ ബഡ്ജറ്റിലേക്ക് കിട്ടുന്നതാണ്. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അല്ലേ? എങ്ങനെയായിരുന്നു? ഫോർഡ് ഫിഗോയിൽ ഏറ്റവും ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. അതിൽ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവറിന്റെ അലവില്, എയർ ബാഗ്, ABS കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആണ്. ഈ വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 1,40,000 രൂപ. 1,45,000 നമുക്ക് ചെയ്യാൻ പറ്റൂല. അപ്പൊ ചെറിയൊരു ബഡ്ജറ്റ് ഒരു ഡീസൽ വണ്ടിയാണ്. അത് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വണ്ടിയില്ല. വീണ്ടും നമുക്ക് സെയിം മോഡൽ തന്നെയാണ്. വീണ്ടും നമുക്കൊരു ഫോർഡ് ഫിഗോ തന്നെയാണ്. ഇത് ഏതായിരുന്നു മോഡൽ? 2012 മോഡലാണ് ഫോർഡ് ഫിഗോ വരുന്നത്. ഓപ്ഷനിൽ ചെറിയൊരു മാറ്റം ഉണ്ട്. ഫുള്ളല്ല. AC പവർ സ്റ്റിയറിംഗും പിന്നെ അഡീഷണൽ സെൻട്രൽ ലോക്കേ ചെയ്തിട്ടുള്ളൂ. നല്ല ഇന്റീരിയറും എഞ്ചിൻ ഭാഗമായിട്ടൊക്കെ പാർട്ടി ഒരു 10 വർഷമായിട്ട് ഒരേ പാർട്ടി തന്നെ ഉപയോഗിച്ചു ഒരാൾ തന്നെ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. നിലവിൽ 3ാമത്തെ ഓണറാണ്. ഈ 3ാമത്തെ ഓണർ തന്നെ 10 വർഷമായിട്ട് ഉപയോഗിച്ച വണ്ടിയാണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. എത്ര രൂപ നമുക്ക് ഫൈനൽ 99 രൂപ കൊടുക്കും. 99 രൂപ ഡീസൽ വണ്ടി. ഡീസൽ വണ്ടി നല്ല എഞ്ചിൻ ക്വാളിറ്റി ഉള്ള വണ്ടി. നിലവിൽ കംപ്ലൈന്റുകൾ ഒന്നും ഇല്ലാത്ത വണ്ടി. അത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റും. അത്രയും പക്കയാണ്. വീണ്ടും നമുക്കൊരു വെർണനാണ്. നേരത്തെ നമ്മൾ പരിചയപ്പെട്ട ആ വെർണന്റെ ഒരു ഓപ്ഷൻ കുറഞ്ഞതാ തോന്നുന്നു. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക്. അപ്പൊ 2012 ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു ഓട്ടോമാറ്റിക്കിലാണ് എല്ലാവരും ചേഞ്ച് ആണ്. കാരണം നമുക്ക് മൈലേജും കിട്ടും, ഡീസലും ആണ്, പെർഫോമൻസും ഉണ്ട്, ഫീച്ചേഴ്സും ഉണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2012 മോഡൽ വണ്ടിയാണ്. പിന്നെ ഡീസലില് ഏറ്റവും ഇന്ത്യയിലൊക്കെ നല്ല പൊളിയാണ് അല്ലെ? കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗിൽ കൺട്രോൾസ് വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു? സ്റ്റാർട്ട് ആണ് വരുന്നത്.
അത് എല്ലാ ഒരു പ്രൊജക്ടഡ് ലാംപ്സിന്റെ കുറവുണ്ട് അല്ലേ? ബാക്കിയെല്ലാം ബാക്കിയെല്ലാം പക്കയാണ്. ഓക്കെ, എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഒരു ഓഫർ പ്രൈസിൽ 299 എമൗണ്ട് ആക്കിയതാണ്. 295 കൊടുക്കാം. 295 നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ഇൻഷുറൻസ് അടിച്ചിട്ട് കൊടുക്കാം. പുതിയ ഇൻഷുറൻസ് ഒക്കെ എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റൂല. അവിടെ നമുക്ക് ഇനി മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മളെ സിറ്റിയിലെ ഡീസൽ അല്ല വണ്ടി. ഡീസലാണ് മര്യാദക്ക് നമുക്ക് കറക്റ്റ് എക്കണോമിയിലൊക്കെ പോകണി 10-22 കിലോമീറ്റർ മുകളിൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. റീ വണ്ടിയാണോ വണ്ടി? ഇത് റീ ആണ് നിലവിൽ സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. റീൽ രണ്ടാമത്തെ ഓണർ ആയിട്ടുള്ളൂ നിലവിലുള്ള. ഓക്കെ, ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? SV ഓപ്ഷൻ 2015 മോഡൽ വരുന്നത്. ഇന്ത്യയിലൊക്കെ ഒരു 1.5 ലക്ഷത്തിന്റെ അടുത്താണ് കിലോമീറ്റർ വണ്ടി ഉള്ളത്. ഓക്കെ, ടയർ വാങ്ങൽ പറയുന്നത് 4 ടയർ വാങ്ങലും ഫുള്ളാണ്. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ മുന്നോട്ടുണ്ട്. ഓക്കെ, നിലവിൽ പറയത്തക്ക കംപ്ലൈന്റുകളൊന്നും ഇല്ല. എല്ലാ ഫീച്ചറും വർക്കിംഗ് ആണ്. ഓക്കെ, എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്കിതൊരു 395 കൊടുക്കാം. 395 നമുക്ക് സിറ്റി പ്രൈസിൽ കൊടുക്കാം. ലോൺ ആണെങ്കിൽ ഒരു 4 ലക്ഷത്തിന്റെ അടുത്ത് വരെ 3.25 വരെയൊക്കെ ലോൺ കിട്ടും. അപ്പോൾ ഇനി ഫുൾ ലോൺ അല്ലെങ്കിൽ ക്യാഷ് ബാക്കിലൊക്കെ? ക്യാഷ് ബാക്ക് ഇല്ലെങ്കിലും ചെറിയൊരു മുടക്കിലൊക്കെ നമുക്ക് വണ്ടി ഇറക്കാൻ നമുക്ക് പറ്റുന്ന വണ്ടിയില്ല. നല്ല ട്രാക്കുള്ള ആൾക്ക് ഫുൾ ലോൺ നമുക്ക് ഇറക്കാൻ പറ്റും. അടുത്ത് വീണ്ടും നമുക്ക് സെയിം ലെവലാണ്, ഒന്നുകൂടെ ഒരു പ്രീമിയം സെഗ്മെന്റ് ആണ്. ആൾട്ടീസ് അത്യാവശ്യം മൈലേജും കിട്ടൂല. അത്യാവശ്യം മൈലേജ് കിട്ടുന്നത്. ഇത് നിലവിൽ ഇപ്പൊ തിരൂരങ്ങാട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു? 2012 മോഡൽ ജെ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. കസ്റ്റമർ ഷോറൂമിൽ തന്നെ അലോയ് വീൽസ് ഒക്കെ കമ്പനി അലോയ് വീൽസ് തന്നെ ആഡ് ഓൺ ചെയ്തതാണ്. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ജെ ഓപ്ഷനിൽ വരുന്ന എല്ലാ ഫീച്ചറും നമുക്ക് അഡീഷണൽ ചെയ്തിട്ടില്ല. അലോയ് വീൽസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, 1.5 ലക്ഷം ഏകദേശം 2 ലക്ഷം കിലോമീറ്റർ കൂട്ടണം. 1.5 ലക്ഷം അതിൽ കാണുന്ന ഉറപ്പിക്കണ്ട. എഞ്ചിന് മെക്കാനിക്കലൊക്കെ പക്ക ഫിറ്റ് ആയിട്ടുള്ള വണ്ടിയാണല്ലേ? എത്ര രൂപ ചെയ്യാൻ പറ്റും? രണ്ടാമത്തെ ഓണർ ആയിട്ടുള്ളൂ. ഇത് നമുക്ക് 3,40,000 രൂപ കൊടുക്കാം. 3,45 നമുക്കൊരു ഓൾട്ടീസ് ഉണ്ടാവും. അടുത്ത നമുക്കൊരു പിന്നെ വരുമാന മാർഗം എന്നുള്ള രൂപത്തിൽ ഒരു കൊമേഴ്ഷ്യൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഹോണ്ടയുടെ അമേസ്. കാരണം നമുക്കിത് ടാക്സി പെർമിറ്റിൽ വാഹനങ്ങൾ കിട്ടാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ നമുക്ക് ടാക്സി പെർമിറ്റിൽ മൈലേജും ഓടുന്ന ആൾക്കാർക്ക് പറ്റുന്ന നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് നമുക്ക് അമേസ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യം? 2018 മോഡലാണ് വണ്ടി വരുന്നത്. പിന്നെ കിലോമീറ്റർ വരുന്നത് 2,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ, കിലോമീറ്റർ ജെന്യൂൻ ആണ്. സർവീസ് കാര്യങ്ങളൊക്കെ കമ്പനി സർവീസ് ഏകദേശം ഇതിന്റെ അടുത്ത് വരെ കമ്പനി സർവീസ് ഉണ്ടല്ലേ? അത്യാവശ്യം നമുക്ക് എക്സ്റ്റീരിയറും ഇന്റീരിയറൊക്കെ നല്ല നീറ്റാണ്. എഞ്ചിൻ പരമായിട്ട് കംപ്ലൈന്റുകൾ കാര്യങ്ങളൊന്നുമില്ല അല്ലേ? എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 490 ആണ്. കസ്റ്റമർ വന്നാൽ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാം. പേപ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് ഫിറ്റ് ആണ്. ഫിറ്റ് ആണ്. പേപ്പർ ഫിറ്റിലാണ് നമ്മൾ പറയുന്നത്. അടുത്ത നമുക്കൊരു ചെറിയ ബഡ്ജറ്റ് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വാഹനം നോക്കുന്നവർക്ക് മെയിൻ്റെനൻസ് പൊതുവെ കുറവുള്ള ഒരു വാഹനമാണ് റിഡ്സ്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2012 മോഡൽ ഒറിജിനൽ കേരള വണ്ടി VDI ഓപ്ഷൻ ആണ് വരുന്നത്. വണ്ടിക്ക് ആകെ ഒരു മൈനസ് വരാനുള്ളത് 5ാമത്തെ ഓണർ എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, കമ്പനി ഫിറ്റ് 2.5 ഒന്നും ചോദിക്കണില്ല. 1,90,000 രൂപക്ക് നെറ്റ് പ്രൈസിൽ 1.90 ഡീസൽ മോഡൽ പറഞ്ഞ 2012 ആണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. VDI ആണ് ഓപ്ഷൻ. എല്ലാ ഫീച്ചറും വർക്കിംഗ് ആണ്. ഞാൻ അതിന്റെ ഒരു ഫേസ് ലിഫ്റ്റും അഡീഷണൽ അലോയ്സ് ഒക്കെ ആഡ് ഓൺ ചെയ്ത് ന്യൂ ഫേസ് വരുന്ന ഒരു വൈറ്റ് ഫിനിഷിംഗ് ഡീസൽ വണ്ടിയില്ല. ഇതെങ്ങനെയായിരുന്നു? 2015 മോഡൽ വണ്ടിയാണ്. ഇതിന്റെ അവസാന കാലത്തെ വണ്ടിയില്ല? അതെ. 16 തോന്നുന്നുണ്ട്. 15 പ്രൊഡക്ഷൻ തോന്നിട്ടുണ്ട്. അത്യാവശ്യം ടയർ വാങ്ങലുണ്ട്. ഇൻഷുറൻസ് ഫസ്റ്റ് പാർട്ടി അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ കേരള വണ്ടി? ഒറിജിനൽ കേരള വണ്ടിയാണ്. 3ാമത്തെ ഓണറാണ്. LDI to VDI കൺവേർട്ട് ചെയ്ത വണ്ടിയും കൂടിയാണ്. അതായത് ചില ഡോർ പാഡ് ഉൾപ്പെടെ മാറിയോണ്ട് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റൂല. RCയിൽ മാത്രമേ അറിയുള്ളൂ VDI ആണെന്നുള്ളത്. ഓക്കെ, എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് 290 നെറ്റ് പ്രൈസിൽ കൊടുക്കാം. 290. ഒരു 19 രൂപ ട്രാക്ക് ഉണ്ടെങ്കിൽ നല്ല ടീമിന് 2.25 വരെ ലോൺ കിട്ടും. 3.25 വരെ നമുക്ക് 15 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറങ്ങാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ ട്രാക്കിനനുസരിച്ചാണ്. നമുക്ക് അങ്ങനെ വ്യക്തിക്കാണ് ലോൺ പാസ്സാണ്. അപ്പൊ ഡിപ്പെൻസ് ആണ്. അടുത്ത നമുക്കൊരു ഐറ്റർ ആണ്. അതും നമുക്ക് കൊടുവള്ളി രജിസ്ട്രേഷൻ അല്ല? ഏതായിരുന്നു ഇതിന്റെ ടോപ്പ് ലോഡ് ആണോ വണ്ടി വരുന്നത്? അലോയ്സ് കമ്പനി തന്നെയാണ്. അത് എങ്ങനെ വന്നെന്നുള്ളത് അറിയില്ല. ഇപ്പൊ ആ സമയത്ത് 2013 ആണ്. 1,30,000 കിലോമീറ്ററാണ് വണ്ടി റൺ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഏകദേശം 1.90 ആസ്ക് ചെയ്തിരുന്ന വണ്ടിയാണ്. നമുക്ക് വണ്ടി ഒരു 1.75 ഫൈനൽ കൊടുക്കാൻ പറ്റും. 1.75 ഫൈനൽ നല്ലൊരു എഞ്ചിനൊക്കെ ഉള്ള ഒരു വണ്ടി. ചെറിയൊരു ഫാമിലിക്ക് അത്യാവശ്യം നല്ലൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി. അടുത്ത നമുക്ക് വീണ്ടും ഒരു ബീറ്റ് ആണ്. അടിപൊളി കളറാണ്. ഡീസലാണ് വണ്ടി വരുന്നത്? ഡീസലിൽ ഫുൾ ഓപ്ഷൻ ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ബാക്ക് വൈപ്പർ കാര്യങ്ങളെല്ലാം പക്ക വർക്കിംഗ് ആണ്. നേരത്തെ പറഞ്ഞ വീറ്റിനെ പോലെയല്ല. അത് 13 വണ്ടി നമ്മൾ 75 കൊടുക്കുന്നത്. ഇതിൽ അതിനേക്കാൾ ഒരു 50 രൂപ കൂടും. ഇത് 1,25,000 വരും. 1.25 നമുക്ക് മോഡല് സെയിം ആണെങ്കിലും വണ്ടിന്റെ ക്വാളിറ്റിയിലും വണ്ടിന്റെ ഫീച്ചേഴ്സിലും മാറ്റമുണ്ട്. 4 ടയർ വാങ്ങൽ വരെ ഫുള്ളാണ്.
അപ്പൊ അതിനനുസരിച്ച് അടിച്ച് ഓടിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. വേറെ ഒന്നുമില്ല, നിലവിൽ അത്രയും നമുക്ക് മെക്കാനിക്കലി ഫിറ്റ് ആണ് വണ്ടി, ഫിറ്റ് ആണ് നമുക്ക് വണ്ടി വരുന്നത്. അത് പിന്നെ ഇയോൺ നോക്കുന്നവർക്ക് നമുക്കൊരു റെഡ് ഫിനിഷിംഗ് ഒരു അടിപൊളി വാഹനമുണ്ട്. 2012 മോഡൽ വരുന്നത്, അല്ല 11 മോഡലാണ്. മാഗ്നയാണ് ഓപ്ഷൻ വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവറിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാതും പക്ക പ്രോപ്പർ വർക്കിംഗ് ഉള്ളതാണ്. അത്യാവശ്യം നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. ഇത് നമുക്ക് രണ്ടാമത്തെ ഓണർ ആയിട്ടുള്ളൂ. ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 1,25,000 ആണ്. 1,25,000. ഒരു ബൈക്ക് ഒരു ബുള്ളറ്റ് വാങ്ങണ 2.5-3 ഒക്കെ ആയിരുന്നു. പണ്ടത്തെ ബുള്ളറ്റിന്റെ വില അല്ലേ ഇപ്പൊ ഒരു ബുള്ളറ്റ്. ഈ കാർ കൊണ്ട് ഒരു ബുള്ളറ്റിന്റെ പൈസ ആക്റ്റീവന്റെ പൈസക്ക് വാങ്ങാൻ പറ്റുന്ന വണ്ടിയാണ്. 5 ആൾക്ക് മയം വെയിലും കൊള്ളാതെ പോവാം. എത്ര രൂപ 1,25,000 കൊടുക്കാം. 1,25,000. ലോണൊക്കെ ഒരു 10-20 രൂപയ്ക്ക് വേണ്ടി ഇറക്കും. ലോണ് ശ്രീറാം ഫിനാൻസുകളൊക്കെയാണ് കിട്ടുക. 1 ലക്ഷം വരെ ലോൺ കിട്ടും. അപ്പൊ 25 രൂപ വണ്ടി ഇറക്കാം. ഒരു 4-5 രൂപ EMI വരുള്ളൂ. ഒരു ആക്റ്റീവന്റെ EMI വരുള്ളൂ അല്ലെ. ഒരു പവനൊക്കെ ഉണ്ടെങ്കിൽ പണയം വെച്ചാൽ കൊടുക്കാം. അപ്പൊ അതിന് വേണ്ടി വേറെ നോക്കൊന്നും വേണ്ട, അവന് ലോൺ ഇടാൻ നിൽക്കണ്ട. ഓക്കെ. അടുത്ത നമുക്കൊരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. നല്ല ഫാൻസി നമ്പർ ഒക്കെ വരുന്ന ഏറ്റവും ടോപ്പ് ലോഡ് അല്ലെ. ZXi ആണ്. 1133 നല്ല ഫാൻസി നമ്പർ ഒക്കെ വരുന്ന വണ്ടി. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2015 മോഡൽ സെക്കൻഡ് ഓണറിൽ തന്നെ 83,000 ഓടിയ വണ്ടി. ZXi ഓട്ടോമാറ്റിക് ഫാമിലി യൂസ് ചെയ്ത് പോകുന്ന വണ്ടിയാണ്. ഓക്കെ. നല്ല എഞ്ചിൻ ക്വാളിറ്റിയും ബോഡി ക്വാളിറ്റിയും നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഓക്കെ. ഇത് നമുക്ക് നമ്മൾ ആസ്ക് ചെയ്യണത് 3,70,000 രൂപയാണ്. കസ്റ്റമർ വന്ന് ഓക്കെ ആണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് മാറ്റം വരുത്തിയിട്ട് കൊടുക്കും. നമുക്ക് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. 3.30 വരെ ലോൺ കിട്ടും. 3.30 വരെ ലോൺ കിട്ടും. കസ്റ്റമർ സിവിൽ സ്കോറിനനുസരിച്ചൊക്കെ ലോൺ കിട്ടും. അവർ 30 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അല്ല. അപ്പൊ അടുത്ത് ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്ന സാൻഡ്രോ അല്ലെ. എങ്ങനെയായിരുന്നു മോഡൽ? 2009 മോഡൽ സാൻഡ്രോ. ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ എല്ലാം ഇൻക്ലൂഡ് ആയിട്ട് കമ്പനി തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുഴപ്പമില്ലാത്ത സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. ഇതിൽ വണ്ടിക്ക് പേപ്പർ 29 വരെ പേപ്പർ ഉണ്ട്. ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 1 ലക്ഷം ആസ്ക് ചെയ്തിരുന്ന വണ്ടിന് ഫൈനൽ നമ്മൾ 90 രൂപക്ക് കൊടുക്കും. 90 രൂപക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. പേപ്പറൊക്കെ സെറ്റ് ആയിട്ടുള്ള പേപ്പറൊക്കെ പറ്റും. AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, 2 ഡോർ പവർ വിൻഡോയും ഉണ്ട് ഉള്ള വണ്ടി. അതേ സെയിം ഓപ്ഷൻ ഉള്ള വണ്ടി തന്നെയാണ് ഇതും. വൈറ്റ് ഫിനിഷിംഗിൽ വരുന്നത്. 2009 മോഡൽ സെയിം 29 വരെ പേപ്പർ ഉള്ള വണ്ടി. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ ഇൻക്ലൂഡ് ആയിട്ടുള്ള വണ്ടി. ഓക്കെ. ഇത് നമുക്ക് എങ്ങനെയായിരുന്നു റേറ്റ്? ഇത് നമുക്ക് 85 രൂപ കൊടുക്കാം. 85 രൂപക്ക്. വൈറ്റ് കളറാണ്, അത് സിൽവർ കളറാണ്. ഓക്കെ. അപ്പോൾ ചെറിയൊരു പ്രൈസിന് നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അടുത്ത നമുക്ക് തവണ ഒരു ഓൾട്ടോ അല്ലെ. ഓൾട്ടോയിലെ ഈ ഒരു കളർ തന്നെ അന്നും ഇന്നും ബേസ് എന്ന് പറഞ്ഞ കളർ. ഓക്കെ. അതെ. 2011 മോഡൽ LXi ആണ് വണ്ടി വരുന്നത്. നിലവിൽ സെക്കൻഡ് ഓണറിലെ ആയിട്ടുള്ളൂ വണ്ടി. ഓക്കെ. 1 ലക്ഷം കിലോമീറ്ററാണ് വണ്ടി റൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇത് നമുക്ക് 1,10,000 രൂപക്ക് കൊടുക്കാം. 1.10 നമുക്ക് ചെയ്യാൻ പറ്റും. ഈ വർഷം ലാസ്റ്റിലാണ് പേപ്പർ വരുന്നത്. ഓക്കെ. അതെ. അപ്പൊ അതാണ് നമുക്ക് ഈ ഒരു നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. അത്യാവശ്യം റിന്യൂവൽ എടുക്കാൻ ജസ്റ്റ് വണ്ടി കൊണ്ട് കാണിച്ചു കൊടുക്കേണ്ട കാര്യം ഉണ്ടാവുള്ളൂ. വേറെ വർക്കൊന്നും ചെയ്യിക്കാനൊന്നുമില്ല. LXi ആണ്. LXi ആണ്. AC പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ് ആണ് വണ്ടിയുള്ള വണ്ടിയിലെ. അടുത്ത നമുക്ക് തവണ ഒരു 800 അല്ലേ. 2003 മോഡൽ 800 ആണ്. സത്യം പറഞ്ഞാൽ ടച്ചപ്പ് വരെ ശരിക്കും പെയിന്റിംഗ് ഒന്നും രണ്ടാമത് കാര്യമായിട്ട് കയറാത്തൊരു വണ്ടിയാണ് അല്ലേ. അപ്പൊ അത്രയും നമുക്ക് ബോഡി ക്വാളിറ്റി പറയാൻ പറ്റും. അതെ. ബോഡി ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മുന്നിലൊക്കെ അപ്പോളോന്റെ ഫുൾ ബട്ടൺ ടയറാണ്. ഓക്കെ. ബാക്കിലും അത്യാവശ്യം നല്ല കട്ടുള്ള ടയറുകളുണ്ട്. ഓക്കെ. AC ഉള്ള വണ്ടിയാണ് കേട്ടോ, അതും കൂടി പറയാം. MPFI ആണ് അല്ലേ. MPFI അല്ല, കാർബറേറ്റർ ആണ്. പക്ഷേ AC ഉള്ള വണ്ടിയാണ്. വണ്ടിക്ക് മിസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ. നിലവിൽ ACക്ക് ചെറിയ എന്തൊരു കംപ്ലൈന്റ് ഉണ്ട്, അത് എടുക്കുന്ന ആൾക്കാർ കാണണം. ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ട് വണ്ടിയിലില്ല. ഓടിക്കാനേ മെക്കാനിക്കും കാര്യങ്ങളൊക്കെ ഫിറ്റ് ആയിട്ടുള്ള 48 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 48 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി ചെയ്യാനും പറ്റും. ഫ്രണ്ട്സ്, നമ്മളിന്നുണ്ടായിരുന്നു ബ്ലൂബെറിയിലാണ്. അപ്പോൾ കുറഞ്ഞ സമയം വേണ്ടി നമ്മൾ മാക്സിമം വാഹനങ്ങൾ കാണിച്ചിട്ടുണ്ട്. അത്യാവശ്യം സാധാരണക്കാരന് വേണ്ട അത്യാവശ്യം നല്ല ബഡ്ജറ്റുള്ള ഒത്തിരി നല്ല വാഹനങ്ങൾ നമുക്ക് ബെസ്റ്റ് പ്രൈസിൽ ഇവിടുന്ന് കൊണ്ടുപോകാം. ബൈക്കിന്റെ പ്രൈസിൽ വാഹനങ്ങൾ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെ പറയാം. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ എന്ന് മലപ്പുറം ജില്ലയിലെ പുല്ലാനൂര് അല്ലേ. പുല്ലാനൂര് എന്ന് പറഞ്ഞാൽ നമുക്ക് മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് റോഡാണ്. നമ്മൾ ഹൈവേയിൽ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട്. അപ്പോൾ നമ്പറൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നൊരു വീണ്ടും കാണാം. റിയാസ് അൻസാലി സൈനിങ് ഓഫ്.